മുതലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് നമ്മളെ എന്താ മൂപ്പര് പേരെന്തായിരുന്നു? നാസർ. അല്ല. വീഡിയോ ചെയ്യുന്ന മറ്റേ അത്യാവശ്യം ബിജു KL ബിജു എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ, ഒരു പാട്ടുകാരി കുട്ടിന്റെ ചാനലിൽ വീഡിയോ കണ്ടു, അതുപോലെ തന്നെ കുഞ്ഞാൻഖാന്റെ കണ്ടു, അതുകൂടാണ്ട് വേറെ 2-3 യൂട്യൂബേഴ്സിന്റെ കണ്ടു. ഇതുവഴിയാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത്, ഫസ്റ്റ് 4 ടിക്കറ്റ് എൻ്റെ പ്രവേശ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ 4 ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്ത്, അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത സമയത്താണ് ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത്. ഈ 4 കൂപ്പൺ ജനുവരിയിലാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴേക്ക് ഇവർ അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത്, ഇവർ അതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ഓരോ ദിവസവും കാണുന്നുണ്ട്. അങ്ങനെ വീക്ഷിച്ച് വരുന്ന സമയത്താണ് അവസാനമായിട്ട് കുഞ്ഞാൻക ഒരു വീഡിയോ ഇട്ടത്. ഞാൻ കണ്ടത് ഒന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല, ടോക്കണുകൾ കാര്യങ്ങൾ മാക്സിമം പോയിട്ടില്ല, അത് ചില്ലറ ടോക്കണുകളെ പോയിട്ടുള്ളൂ. ഒരു മാസം മുമ്പിട്ട വീഡിയോ, ഒരു മാസം പക്ഷെ 1.5 മാസം ആയിട്ടുണ്ടാവും തോന്നുന്നില്ലേ, ആ സമയത്ത് ഇട്ട വീഡിയോ ആണ് ആ വീഡിയോ. അത് കണ്ടിട്ടാണ് ഞാൻ എന്താക്കിയത്. പിന്നെ ഞാൻ എന്റെ നാട്ടിലെ ഫ്രണ്ട്സിനോട്, ഇപ്പൊ എന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ കാട്ടി കൊടുക്കണം. കാരണം നമ്മൾ തൊള്ളോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റുള്ള ടിക്കറ്റ് എടുത്തത്, അതേപോലെ ഇനി അതല്ല ഈ നാസർക്ക പിന്നെ അൻവറിന്റെ ആരാണെന്ന് മുമ്പാണ് ഞാനിവിടെ ചതലയം ഗ്രാമത്തിലുള്ള ആ 2 ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ കാണുന്നത്. ഇത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ്. ഈ വീഡിയോസിലാണ് ഞാൻ മെയിനായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. അതിൻ്റെ ഒരു കൂട്ടത്തിൽ ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട്, ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കൺ കാര്യങ്ങൾ. ഇതിപ്പോൾ KL ബിജു ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. KL ബിജു ബ്രോ ഫസ്റ്റ് ചെയ്ത വീഡിയോ. ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത്. ഗ്രൂപ്പിന്റെ പേരൊന്ന് ചതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ്, എന്റെ നാട്ടിലെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പില് ഇതാണ്ടോ മീഡിയ, ഈ മീഡിയയിൽ ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അവർ ആ ചാനലിൽ, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കണ്ടോ, ഏറ്റവും താഴെ കാണുന്ന 2 വീഡിയോസ് കണ്ടോ? ഈ 2 വീഡിയോസ് ഞാൻ അവർക്ക് ഈ പിന്നെ ഇതിൽ അയച്ച വീഡിയോസ് ആണ്. ഇത് രണ്ടും, ഇതൊരു പെൺകുട്ടീന്റെ വീഡിയോ ആണ്, അറിയോ? ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ്. ഇതാ KL ബിജു ചെയ്ത. ഇതിന്റെ താഴെ കമന്റ് വഴി എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. അതായത് വിളിച്ചാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് കാര്യങ്ങൾ എന്റെ കയ്യിൽ. ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളായി ടിക്കറ്റ് എടുത്ത പിന്നെ നിങ്ങള് ഓൺലൈൻ വഴി എടുത്തിക്കണെന്ന് പറഞ്ഞല്ലോ. ടിക്കറ്റ് ഓൺലൈൻ വഴി. ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോ എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു അൻവറും അതുപോലെ തന്നെ പാണ്ടിക്കാടനൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന വീഡിയോ. അതിനകത്ത് ഓരോ കാര്യങ്ങൾ, എങ്ങനെയാണ് ലോട്ടറി എടുത്ത്, എങ്ങനെയാണ് ഇവർ പരിചയപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷമാണ് ഫുള്ളായിട്ടുള്ള പാളിച്ച വന്നിട്ടുള്ളത്. വീഡിയോയിൽ തന്നെ ഇവർ കാണിച്ച കള്ളത്തരമെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ അൻവർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറയുന്നുണ്ട്, ഞാൻ KL ബിജുവിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു കോൺടാക്ട് ചെയ്യുന്നത്, ടിക്കറ്റ് എടുക്കുന്നു, ടിക്കറ്റ് എടുത്തതിന് ശേഷം അവരെന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഇവരെ സ്വന്തം നാട്ടിലുള്ള ഗ്രൂപ്പിൽ കയറിയതിന് ശേഷം ഇതേ കണക്ക് വീഡിയോസും കാര്യങ്ങളും അയച്ചു കൊടുക്കുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ പുള്ളിക്കാരനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തെളിവ് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ പെട്ടുപോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാട്ടിലെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് അവിടെ ഒരു ഈ ഒരു KL ബിജുവിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ ടിക്കറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം നടക്കുന്ന 21-ാം തീയതിയാണ്. അതിന് ശേഷം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഈ ഒരു വാട്സപ്പൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അതിനകത്ത് കാണിക്കുന്നുണ്ട് വാട്സപ്പിൽ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് അയക്കുന്ന 29-ാം തീയതിയാണ്. അതായത് ഈ ഒരു കമ്മ്യൂണിറ്റി പോലുള്ള. അപ്പോൾ 21-ാം തീയതി ഇവരുടെ ഈ ഒരു നാട്ടിലെ ഗ്രൂപ്പിൽ പുള്ളിക്കാരൻ്റെ ഈ ടിക്കറ്റ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതെങ്ങനെയാണ്? പുള്ളിക്കാരൻ ഈ ഒരു ഗ്രൂപ്പിൽ ആഡായത് തന്നെ 4 ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് പുള്ളിക്കാരൻ ആഡായെന്ന് പറയുന്നു. അപ്പോൾ അതൊരിക്കലും ശരിയാവുന്നില്ല. ഇവരെ നാട്ടിലുള്ള ഗ്രൂപ്പിൽ ഈ പുള്ളിക്കാരൻ 21-ാം തീയതി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗ്രൂപ്പിൽ ഈ ഉള്ള വ്യക്തി ആഡായി കാണിക്കുന്ന 29-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ 21-ാം തീയതി തന്നെ ഇവരുടെ നാട്ടിലെ ഗ്രൂപ്പിൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ടിക്കറ്റ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള പറ്റിപ്പെന്ന് പറയുന്നത്. ഇത് ഓരോ യൂട്യൂബേഴ്സ് കണ്ടുപിടിച്ച കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പാണ്ടിക്കാടും അതുപോലെ തന്നെ അൻവർ എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ നാടകമാണെന്ന് ഇതോടെ തന്നെ നമുക്ക് തെളിവ് സഹിതം മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള്ള് ഇനിയിപ്പം കേസും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് ആൾക്കാർ പോകും. കാരണം അത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് ആ ഒരു നറുക്കെടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇതിൻ്റെ പിറകെ പോയി കഴിഞ്ഞ് ഇവർക്ക് നല്ല പണിയാണ് വരാൻ പോകുന്നത്. അതിനി വൈകിയേ തന്നെ ഇവരൊക്കെ മനസ്സിലാവും. ഇത്രമാത്രം ചതി ചെയ്യുമ്പോഴത്തേന് ആലോചിക്കണമായിരുന്നു എന്തെങ്കിലും തെളിവ് വരുമെന്ന്. എന്തായാലും ആ ഒരു തെളിവ് ഇപ്പം വെളിയിൽ വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഈ പൈസ എടുത്ത് ഈ ടിക്കറ്റൊക്കെ എടുത്തവർ
അതിനുമായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോയാൽ ഇവരെ കാര്യം മൊത്തം പാടുപെടുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.